നല്ല എളുപ്പത്തിൽ രുചിയിൽ നല്ല ടേസ്റ്റിയായി കുറുതായ ചാറോടുകൂടിയൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. 2 സബോളയാണ് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും കേര ചൂര കുടുതാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനത്തെ കറികളാണ് എൻ്റെ. അപ്പോൾ അതെന്താ അങ്ങനെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അപ്പൂന് മുള്ളില്ലാത്ത മീൻ കിട്ടണം. അപ്പോൾ ഓരോ ദിവസത്തെ ഡെയിലി കറി ഉണ്ടെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കണതൊന്നുമല്ലല്ലോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അതിനധികം ഉണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ അതിലൊരു 4 പച്ചമുളകുണ്ട്, ഒരു ഇഞ്ചി കഷ്ണമുണ്ട്, ഒരു 5-10 വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അത് എല്ലാതും കൂടി നമ്മൾ അപ്പം ഇന്ന് കിട്ടിയത് കയറി തന്നെയാണ്. ഞങ്ങൾക്ക് രാവിലെ എൻ്റെ ഹസ്ബൻഡ് അങ്ങാടി പോയിട്ട് എന്തിട്ടാണ് കിട്ടാന്ന് വെച്ചാൽ അതന്നെ മേടിക്കും. അപ്പോൾ എന്നും കീര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, എന്നെ കളിയാക്കൊന്നും വേണ്ട. അപ്പം ഞങ്ങളുടെ കറി ഇന്നിപ്പോൾ എന്തായാലും ഇതാണ്. ഇത് വെക്കുക, വറുക്കുക, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളതൊന്നായി വരുമ്പോൾ ഒരു 4 പറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതതിൽ കിടന്നിട്ടായി വന്നോട്ടെ. അതായി വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ മീനാകുമ്പോൾ മുള്ളില്ല, അപ്പോൾ അപ്പൂന് കഴിക്കാൻ എളുപ്പമുണ്ട്. മറ്റേ നമ്മൾ ചാളയ്ക്ക് വാങ്ങിയ ഭയങ്കര മുള്ളാണ്, അപ്പോൾ അവൻ കഴിക്കില്ല, അതൊക്കെ തുപ്പികളെ. ഇതാകുമ്പോൾ കഴിച്ചോളും. അപ്പോൾ ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചാളയൊക്കെ ഇങ്ങനെ പറ്റിച്ച് വയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ കായലിൽ ഇവിടെ വെച്ചാൽ അപ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ എല്ലാം തുപ്പിക്കളയും. അപ്പോൾ അതാണ് ഇങ്ങനെ വയ്ക്കരുത്. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ കറിയാണ്, അത് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സബോള ആയി വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സബോള വേഗം വഴന്നു വന്നോളൂ. സബോള വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിനെ നിൽക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇഞ്ചിക്ക് അങ്ങനെ നമ്മൾ പേസ്റ്റ് ആക്കുമ്പോഴേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 1/2 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞിട്ടാലും മതി. അപ്പോൾ പേസ്റ്റ് ആക്കുമ്പോൾ കറിക്കൊരു കുറുതായി കിട്ടും. കറിയൊന്ന് നല്ല കുറുതായ കറിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പേസ്റ്റാക്കി വെച്ചിട്ട് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പൊടികളിടുമ്പോൾ ചിലപ്പോൾ പൊടി ഒന്ന് നന്നായി അതിൻ്റെ പച്ചമണം പോയി കിട്ടാൻ എളുപ്പമില്ല, ഇത് ചേരുമ്പോഴേ. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ട് അങ്ങനെ നല്ല തക്കാളിയും അപ്പോൾ മുളകും ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ല ഒരു ഇതായിട്ട് കുറുതായ കറിയായിട്ട് വരും. കണ്ട, ഇത് നന്നായി ഇളക്കി കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നാലേ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി വന്നോളൂ. അപ്പം നമുക്ക് അതിലേക്ക് ഒരു 2-3 കുടപ്പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ച് ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
സ്വല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം മതി. അല്പം കൂടി. അപ്പം അങ്ങനെ അത് ഒഴിച്ചെടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതൊരു 3/4 കിലോ മീനുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ 1.5 കിലോനാണ് കിട്ടിയത്. അത് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പൊ തന്നെ കുറുതായിരിക്കുന്നുണ്ട്. അപ്പൊ കറി നല്ല രസമായിട്ട് ആ മീനിനോട് ചേർന്ന് ചാറ് നിന്നിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും. അത് മീൻ അങ്ങനെയല്ല അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എത്ര ചാറ് മതിയിട്ട് അത് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടെന്ന് വെച്ചാൽ മുളക് അധികമാവില്ല. ഇത് കാശ്മീരി മുളക് പൊടിയാണല്ലോ. കളറാണെങ്കിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ വേറെ തേങ്ങയൊന്നും ചേർക്കണ കറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കളറാണ് അതിനൊരു ഭംഗി. അപ്പോൾ നമുക്ക് മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതാ കുറുതായ ചാറോട് കൂടി കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കാരക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ കറിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കുറുതായ ചാറോട് കൂടിയ കറിയാണ്. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.